So let's start. ഇന്നത്തെ നമ്മളുടെ സെഷൻ ICTയുടെ രണ്ടാമത്തെ സെഷനാണ്. ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയ ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ആണ്. എല്ലാ തവണയും ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇത്തവണ ഡിഫിക്കൽട്ട് ആയിരുന്നിട്ട് കൂടി ഈ ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. സോ അത്രയും സിഗ്നിഫിക്കന്റ് ആണ്. എല്ലാ മേജർ ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്സും ഹയർ എഡ്യൂക്കേഷനിലുള്ള മേജർ ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്സ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ലെറ്റ് സ്റ്റാർട്ട് അവർ ഡിസ്കഷൻ. ആൻഡ് എല്ലാം സ്കീമുകളാണ്, ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവ്സ്. ആ ഓരോ ഇനിഷ്യേറ്റീവും എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിന്റെ മേജർ ഫീച്ചേഴ്സ്, മേജർ മെയിൻ തിങ്, അതിന്റെ കോർ തിങ് എന്താണെന്നുള്ളത് മാത്രമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. സോ സ്റ്റാർട്ട് ഫ്രം ദി ഫസ്റ്റ് ഇനിഷ്യേറ്റീവ്, ദാറ്റ് ഈസ് സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പിരന്റ് മൈൻഡ്സ്. ദിസ് ഇസ് അതർവൈസ് നോൺ ആസ് സ്വയം. സ്വയം സ്കീമിനെ പറ്റിയാണ് കഴിഞ്ഞ തവണയും ഇത്തവണയും അതിനു മുമ്പ് പല തവണയും ചോദിച്ചിട്ടുള്ളതാണ് സ്വയം സ്കീമിനെ പറ്റി. സോ ഈ സ്വയത്തിന്റെ ഫുൾ ഫോം ആണ് സ്റ്റഡി വെബ്സ് ഫോർ ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പിരന്റ് മൈൻഡ്സ്. ബേസിക്കലി ഇതൊരു ഇൻഡിജിനിയസ് പ്രോഗ്രാം ആണ്. ഇന്ത്യയായിട്ട് ഡെവലപ്പ് ചെയ്ത, ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ്. ഇത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവ്സിനെ മൂക്ക് എന്ന് പറയും, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്. ബേസിക്കലി ഇന്ത്യയിൽ നിന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മളുടെ സ്റ്റുഡൻസിന് വേണ്ടി ഇന്ത്യയിലുള്ള ഏതൊരു വ്യക്തിയിലേക്കും എഡ്യൂക്കേഷൻ കിട്ടണം എന്ന ലക്ഷ്യത്തോടു കൂടി ക്രിയേറ്റ് ചെയ്ത ഒരു ഇനിഷ്യേറ്റീവ് ആണ് സ്വയം. ഈ സ്വയത്തിന്റെ പ്രത്യേകത, ഇതൊരു ഓപ്പൺ കോഴ്സ് ആണ്, അല്ലെങ്കിൽ ഓൺലൈൻ ഓപ്പൺ കോഴ്സ് എന്ന് പറയാം. ഒരുപാട് കോഴ്സസ് ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. താല്പര്യമുള്ള വ്യക്തികൾക്ക് അത്തരത്തിൽ ഈ കോഴ്സുകളിൽ ജോയിൻ ചെയ്യുകയും അത് ഫ്രീ ഓഫ് കോസ്റ്റ് പഠിക്കാനുമുള്ള ഒരു അവസരമാണ് സ്വയം പ്രൊവൈഡ് ചെയ്യുന്നത്. So basically it is an indigenous platform developed in India. And ഇതൊരു മൂക്ക് ആണ്. വാട്ട് യു മീൻ ബൈ മൂക്ക്? മൂക്കിന്റെ ഫുൾ ഫോം ഒക്കെ ചോദിച്ചിട്ടുണ്ട്. മൂക്ക് എന്ന് പറഞ്ഞാൽ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്, ഇതാണ് മൂക്ക് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഓപ്പൺ കോഴ്സസ് അത് ഓൺലൈൻ വഴി പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ബേസിക് തിങ്. ഇതൊരു പ്ലാറ്റ്ഫോം ആണ് ഫോർ പ്രൊവൈഡിങ് ബെസ്റ്റ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ that can be accessed by everyone, anytime, anywhere, and by using IT system. എല്ലാവർക്കും ലേണിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക. അത് ഇന്ത്യയിൽ എവിടെ ഇരുന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാവുന്ന, ഏത് സമയം വേണമെങ്കിലും പഠിക്കാവുന്ന രീതിയിൽ ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം വഴി ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. സോ ദി കൺസെപ്റ്റ് ഓഫ് മാസീവ് ഓൺലൈൻ ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് ഇൻവോൾവ്സ് online delivery of interactive learning content to large number of people simultaneously. It allows sharing of best quality education to everyone, thereby bringing in equality or equity as far as the quality of education is concerned. So basically എല്ലാ ആളുകൾക്കും നമുക്കിപ്പോ ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പോരായ്മ ഫിനാൻഷ്യൽ ബേസ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ആണുള്ളത്. സോ ഇക്കണോമിക്കലി ഫീസിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം പഠിക്കാവുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും എഡ്യൂക്കേഷനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലാണ് സ്വയം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതൊരു മൂക്ക് ആണെന്ന് ഓർക്കുക. സോ വാട്ട് യു മീൻ ബൈ മൂക്ക്? മൂക്ക് മീൻസ് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്. സോ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് 2000 കോഴ്സസ് വരെ അപ്ലോഡ് ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി ഒരുക്കിയിട്ടുള്ളത്. അതായത് ഇന്ത്യയിലുള്ള ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന കോഴ്സുകൾ അത് ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്ത് പഠിക്കാവുന്ന ഒരു സിസ്റ്റം, അതാണ് സ്വയം എന്ന് പറയുന്ന മൂക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എനിവേ, ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, MHRD ആണ്, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, ആൻഡ് ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, AICTC. സോ ഇവരുടെ ഒരു കോമ്പിനേഷൻ, ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്നുകൊണ്ട് മൈക്രോസോഫ്റ്റിന്റെ സപ്പോർട്ടോട് കൂടി ക്രിയേറ്റ് ചെയ്ത പ്രോഗ്രാമാണ് സ്വയം. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് 2000 കോഴ്സസ്, 80,000 അവേഴ്സ് ഓഫ് ലേണിംഗ്. അത് സ്കൂൾ ലെവലിലാകാം, അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലാകാം, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആകാം, എഞ്ചിനീയറിംഗ് ആകാം, ലോ ആകാം, അതർ പ്രൊഫഷണൽ കോഴ്സസ് ആകാം. ഇവിടെയെല്ലാം ആക്ച്വലി നമ്മളത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീക്ക്ലി ബേസിസിൽ അവർ വീഡിയോ ലെക്ചേഴ്സ് തരും. നമ്മൾ ആ വീഡിയോ ലെക്ചേഴ്സിനകത്ത് ചോദിക്കുന്ന അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം. ആൻഡ് ഫൈനലി ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്ന എക്സാം എഴുതണം നിർബന്ധമല്ല. നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ ആ എക്സാം എഴുതണം. എക്സാമിന് വേണ്ടി മാത്രമാണ് നമ്മളവിടെ എക്സാം ഫീ ആയിട്ടൊരു എമൗണ്ട് പേ ചെയ്യേണ്ടി വരിക. കോഴ്സ് ഫീ ഈ 0. കോഴ്സ് ഫീ ഒന്നും വരുന്നില്ല, എക്സാം ഫീ എന്നുള്ള രീതിയിൽ ഒരു എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. ഓക്കെ,
All the courses of on this online platform are interactive, prepared by the best teachers of the country, and are available free of cost to every student in India. So basically, as I said, ഇതൊരു MOOC ആണ്, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്. ഓക്കെ, ആൻഡ് ഇന്ത്യയിൽ തന്നെ ഇൻഡിജീനിയസ്ലി ഡെവലപ്പ് ചെയ്യപ്പെട്ട ഈ ഒരു പ്രോഗ്രാം മൈക്രോസോഫ്റ്റിന്റെ സപ്പോർട്ടോട് കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റും then AICTEയും കൂടി ചേർന്നിട്ടാണ്. ഓക്കെ, സോ ഐ തിങ്ക് ആ ഒരു കോഴ്സിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇത്രയുമാണ്. നമ്മളിപ്പോൾ പറഞ്ഞ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. സോ ലെറ്റ്സ് മൂവ് ഓൺ. സ്വയത്തെ പറ്റി നമ്മൾ പറഞ്ഞു. അടുത്ത ഇനിഷ്യേറ്റീവ് ഗവൺമെന്റിന്റെ സ്വയം പ്രഭയാണ്. സ്വയം പ്രഭ എന്ന് പറയുന്നത് ഒരു 32 എന്ന് പറയുന്നത് എക്സാക്ട് അല്ല, ഐ തിങ്ക് ഇറ്റ്സ് 34 നൗ. 34 ചാനലുകളുടെ, അത് പുതിയ ചാനലുകൾ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് 34 ചാനലുകളുടെ ഒരു DTH ചാനലിന്റെ പ്ലാറ്റ്ഫോം ആണ് സ്വയം പ്രഭ. So Swayam Prabha is a group of DTH channels devoted to telecasting of high quality educational programs on 24/7 basis. അത് GSAT 15 സാറ്റലൈറ്റിന്റെ സഹായത്തോടു കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു എഡ്യൂക്കേഷണൽ ചാനൽസിന്റെ കളക്ഷൻ ആണ്. എഡ്യൂക്കേഷണൽ ചാനൽസ് എന്ന് പറയുമ്പോൾ ഐ തിങ്ക് എക്സാക്ട്ലി 34 ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. 34 ആണ് ഐ തിങ്ക്, അതൊന്ന് ചെക്ക് ചെയ്യണം. 34 എഡ്യൂക്കേഷണൽ DTH ചാനൽസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഈ DTH ചാനൽസിൽ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ആയിരിക്കും 24/7 എന്നുള്ള ബേസിൽ കാണിച്ചുകൊണ്ടിരിക്കുക. Then every day there will be new content of at least 4 hours which would be repeated 5 times in a day. So that ആർക്ക് വേണമെങ്കിൽ, ഏത് സ്റ്റുഡൻസിന് വേണമെങ്കിൽ, അവർക്ക് അവരുടെ കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിൽ കാണാൻ വേണ്ടി തന്നെ എല്ലാ ദിവസവും 4 മണിക്കൂറത്തെ പ്രോഗ്രാം ആണ് അവർ ഷെഡ്യൂൾ ചെയ്യുക. ഈ 4 മണിക്കൂറത്തെ പ്രോഗ്രാം 5 തവണ റിപ്പീറ്റ് ചെയ്യും. സോ ദാറ്റ് 5 തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഈ നമ്മളുടെ സൗകര്യത്തിനുള്ള സമയത്ത്, നമുക്ക് എപ്പോഴാണോ കാണാൻ സൗകര്യം ആ സമയത്ത് ഈ പ്രോഗ്രാം, അതായത് ഈ എഡ്യൂക്കേഷൻ പ്രോഗ്രാം നമുക്ക് വീണ്ടും കാണാവുന്നതാണ്, നമ്മുടെ സൗകര്യം അനുസരിച്ച് കാണാവുന്നതാണ്. അതാണ് ഈ പ്ലാറ്റ്ഫോം ആക്ച്വലി നമുക്ക് ഉറപ്പ് തരുന്ന ഒരു വസ്തുത. ദെൻ the contents are, major content providers are MPTEL, IIT, UGC, CEZ, IGNOU, NCERT and NIOS. ഇവരെല്ലാവരുമാണ് ഇതിന്റെ കണ്ടന്റ്സ്, എഡ്യൂക്കേഷൻ ചാനലാണ്, അതിൽ വേണ്ട കണ്ടന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ബോഡീസ് ഇവരെല്ലാവരുമാണ്. അതുകൂടാതെ ദി ഇൻഫ്ലിബ്നെറ്റ് സെന്റർ മെയിൻറ്റെയിൻസ് ദി വെബ് പോർട്ടൽ. ഇൻഫ്ലിബ്നെറ്റ് എന്ന് പറയുന്നത് ഒരു ലൈബ്രറി ആക്സസ് പോലെയാണ്. ഇൻഫ്ലിബ്നെറ്റ് ആണ് ആക്ച്വലി ഈ ഒരു വെബ് പോർട്ടലിന്റെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്നത്. ഇതൊരു റിസർച്ച് ഒരു ഓൺലൈൻ ലൈബ്രറി റിസർച്ച് ഫെസിലിറ്റി ആണ് ആക്ച്വലി ഇൻഫ്ലിബ്നെറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി, NDL, നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി. Then Ministry of Human Resource Development, under its National Mission for Education through Information and Communication Technology, has initiated National Digital Library of India. ആക്ച്വലി ഇങ്ങനെ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു പുതിയ ഒരു ICT, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എഡ്യൂക്കേഷനിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി ക്രിയേറ്റ് ചെയ്ത ഒരു സ്കീമാണ് NMEICT, ദാറ്റ് ഈസ് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നാണ് ഈ സ്കീം അറിയപ്പെടുന്നത്. ഈ സ്കീം പ്രകാരം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയുള്ള ഒരു ലൈബ്രറി, അതാണ് നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇതൊരു വിർച്വൽ റെപ്പോസിറ്ററി ഓഫ് ലേണിംഗ് റിസോഴ്സസ് ഇൻ എ സിംഗിൾ വിൻഡോ സെർച്ച് ഫെസിലിറ്റി. അതായത് നമുക്ക് ഒരു വിൻഡോയിൽ ഒരു ടൈപ്പ് സെർച്ച് ചെയ്യുന്നത് വഴി തന്നെ നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് ഡിജിറ്റൽ വേയിൽ നമുക്ക് കിട്ടാനുള്ള ഒരു ഫെസിലിറ്റിയാണ് ഒരു ലൈബ്രറി എന്ന് പറയുന്നത്. നമുക്ക് വേണ്ട ബുക്കുകളാകാം, റിസർച്ച് പേപ്പേഴ്സ് ആകാം, ഇതെല്ലാം സെർച്ച് ചെയ്തെടുക്കാവുന്ന ഒരു ഫെസിലിറ്റിയാണ് ആക്ച്വലി NDL നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. Okay, so NDL is a single window platform that collates metadata from premier learning institutions in India and abroad as well as other relevant sources. It is a digital repository containing textbook, articles, videos, audiobooks, lectures, simulation, fiction and other kinds of learning in India. So basically
ഇന്ത്യയിലെ ലേണിംഗ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഡിജിറ്റൽ ലൈബ്രറി, അതാണ് നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇതൊരു സിംഗിൾ വിൻഡോ പ്ലാറ്റ്ഫോം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഒറ്റ സെർച്ചിൽ തന്നെ നമുക്ക് വേണ്ട ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട റെലവൻറ്റ് റിസോഴ്സുകളെല്ലാം അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി. NDL നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിംഗിൾ വിൻഡോ പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ റെലവൻറ്റ് ബുക്സ്, വീഡിയോസ്, ഓഡിയോസ് എല്ലാം നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിരിക്കും. സോ ദാറ്റ് വാസ് ദി തേർഡ് ഇനിഷ്യേറ്റീവ്. 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ വാസ് സ്വയം, സെക്കൻഡ് സ്വയം പ്രഭ, ആൻഡ് തേർഡ് നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി. 3 ക്ലിയർ ആണോ? ഏതെങ്കിലും ഏരിയയിൽ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയൂ. Any doubts? Okay, let's move on. Next is National Academic Depository. National Digital Library പോലെ തന്നെ മറ്റൊരു സ്കീമാണ് നാഷണൽ അക്കാഡമിക് ഡെപ്പോസിറ്ററി. National Academic Depository is an initiative of Ministry of Human Resource Development, Government of India, to facilitate digital issuance, storage, access and verification of academic awards issued by academic institutions. So NAD കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നാഷണൽ അക്കാഡമിക് ഡെപ്പോസിറ്ററി എന്ന് പറയുന്നത് നമ്മളുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഒരു സ്ഥലത്ത് തന്നെ സ്റ്റോർ ചെയ്യപ്പെടാൻ. അതായത് നമുക്ക് യൂണിവേഴ്സിറ്റി ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ക്രോസ് ചെക്ക് ചെയ്യണമെങ്കിൽ ഇന്നത്തെ സിറ്റുവേഷനിൽ വളരെ ഡിഫിക്കൽട്ട് ആണ്. അത് അവോയ്ഡ് ചെയ്തുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റ്സിനെ എല്ലാം ഒരു പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആക്കുക. ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയും ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമുക്ക് ഒരിടത്തു നിന്നും സെർച്ച് ചെയ്ത് കണ്ടെത്താൻ സാധിക്കണം. അതിനാണ് നാഷണൽ അക്കാഡമിക് ഡെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മളുടെ ഡിജിറ്റൽ അക്കാഡമിക് അവാർഡ്സ് എല്ലാം ഡിജിറ്റലൈസ് ചെയ്യുന്നു. ആ ഡിജിറ്റലൈസ് ചെയ്തിരിക്കുന്ന അക്കാഡമിക് അവാർഡ്സ് എല്ലാം ഈ ഡെപ്പോസിറ്ററിയിൽ അവൈലബിൾ ആയിരിക്കും. ആർക്കാണോ ആവശ്യമുള്ളത്, ഏത് കാൻഡിഡേറ്റിനെ പറ്റിയാണോ സെർച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്കൊരു ഇന്റർവ്യൂ നടത്തണമെങ്കിൽ തന്നെ ഇന്റർവ്യൂവിന് കൊണ്ടുവരുന്ന സർട്ടിഫിക്കറ്റ് ജെന്യൂൻ ആണോ എന്ന് അറിയാൻ തന്നെ ഉള്ള ഒരു മെക്കാനിസം വളരെ ഡിഫിക്കൽട്ട് ആണ് ഇന്നത്തെ കാലത്ത്. സോ അതിനു വേണ്ടി കൂടി ഇത്തരത്തിലുള്ള നാഷണൽ ഡിജിറ്റൽ ഡെപ്പോസിറ്ററി ഹെൽപ്ഫുൾ ആയിരിക്കും. So NAD is a unique, innovative and progressive initiative under Digital India theme towards achieving digital enablement of educational records. So basically Digital India concept അതിന്റെ ഭാഗമായിട്ടാണ് NAD യും ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. NAD എന്താണെന്ന് മനസ്സിലാക്കുക. NAD എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ്സ് ഡിജിറ്റലൈസ് ചെയ്ത് അത് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി. ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റീസും ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ് ഡിജിറ്റലൈസ്ഡ് ഫോമിലായിരിക്കണം. ആ ഡിജിറ്റലൈസ്ഡ് സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിരിക്കണം. അതാണ് NAD കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് മാൽ പ്രാക്ടീസസ് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും, ജെനുവിൻ റെക്കോർഡ്സ് അവൈലബിൾ ആയിരിക്കും, സർട്ടിഫിക്കറ്റ് മിസ്സായി കഴിഞ്ഞാൽ അത് കിട്ടാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയായിട്ട് ഇത് ആക്ട് ചെയ്യും. അതൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ്സ്. സോ that's all about National Digital Depository. Moving on. Next scheme is e-Shodh Sindhu. e-Shodh Sindhu. Based on the recommendations of expert committee, the Ministry of Human Resource Development has formed e-Shodh Sindhu, merging 3 consortia initiatives, namely UGC Infonet, Digital Library Consortium, and NLIST, Enlist എന്ന് പറയും, and INDEST. സോ ഒരു 3 ഇനിഷ്യേറ്റീവ്സ്, മുമ്പുണ്ടായിരുന്ന 3 ഇനിഷ്യേറ്റീവ്സിനെ ചേർത്തുകൊണ്ട് ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ഇനിഷ്യേറ്റീവ് എന്നുള്ള രീതിയിലാണ് e-Shodh Sindhu വർക്ക് ചെയ്യുന്നത്. എന്താണ് e-Shodh Sindhu? More than 15,000 international electronic journals and e-books are made available to all higher educational institutions through the e-Shodh Sindhu initiative. It allows access to best educational resources in the world using digital mode. So basically ഈ സ്കീമിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള മേജർ യൂണിവേഴ്സിറ്റീസിലെല്ലാം, മേജർ കോളേജുകളിലും യൂണിവേഴ്സിറ്റീസിലും എല്ലാം, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കോളേജുകളും വരുന്നുണ്ട്. സോ അവിടെയെല്ലാം ഇന്റർനെറ്റ് വഴി ലോകത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ജേർണൽസും
എത്തിക്കുക എന്നുള്ളതാണ്. ജേർണൽസും റിസോഴ്സുകളും എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസും ഇ ബുക്സും ഒക്കെ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് e-Shodh സിന്ധുവിന്റെ പ്രധാന എയിം. അതിനു വേണ്ടി ഉണ്ടായിരുന്ന മുമ്പത്തെ സ്കീമുകളായിരുന്നു UGCയുടെ ഇൻഫോനെറ്റ് എന്ന് പറയുന്ന സ്കീം, ദെൻ അതേപോലെ തന്നെ എൻലിസ്റ്റ് എന്ന് പറയുന്ന സ്കീം, ദെൻ ഇൻഡസ്റ്റ് എന്ന് പറയുന്ന സ്കീം. ഇത്തരത്തിലുള്ള സ്കീമുകളെല്ലാം ഒരുമിപ്പിച്ചുകൊണ്ടാണ് e-Shodh സിന്ധു എന്ന് പറയുന്ന പുതിയൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തത്. ഈ പ്ലാൻ വഴി ഇന്ത്യയിലെ 15,000 ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും 15,000-ഓളം ഇന്റർനാഷണൽ ഇലക്ട്രോണിക് ജേർണൽസ് അവൈലബിൾ ആക്കുക ആൻഡ് ഇ ബുക്സ് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഈ സ്കീമിന്റെ പ്രധാന പർപ്പസ്. This allows access to best educational resources in the world using digital mode. So ഈ സ്കീമിന്റെ ഇംപ്ലിമെന്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് ഇൻഫ്ലിബ്നെറ്റ് തന്നെയാണ്. ഓക്കെ, ഇൻഫ്ലിബ്നെറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതൊരു ഡിജിറ്റൽ ഡെപ്പോസിറ്ററി തന്നെയാണ്, ഒരു ലൈബ്രറി, ഓൺലൈൻ ലൈബ്രറി എന്നുള്ള രീതിയിലായിരിക്കും ഇവർ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് വാസ് e-Shodh സിന്ധു. ഇതുവരെ നമ്മൾ പറഞ്ഞ ഓരോ സ്കീമുകളും 100% മനസ്സിലായിട്ടുണ്ടാവണം. ഒരു സ്കീമിന്റെയും പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കാതെ മുന്നോട്ട് പോകരുത്. ഏതെങ്കിലും സ്കീമിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ചോദിക്കാം. സോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് സ്വയമാണ്. സ്വയത്തെ പറ്റി, സ്വയമിന്റെ ഫുൾ ഫോം അറിഞ്ഞിരിക്കുക. സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പിരന്റ് മൈൻഡ്സ്. ഇതാണ് സ്വയം. സ്വയം എന്ന് പറയുന്ന ഒരു മൂക്ക് ആണ്, മൂക്ക് പ്രോഗ്രാം, ദാറ്റ് മീൻസ് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്. ഇതുവഴി നമുക്ക് ഏതൊരു ഇന്ത്യക്കാരനും നമുക്ക് ഇഷ്ടമുള്ള ഒരു കോഴ്സ് ചൂസ് ചെയ്ത് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ആണ് തരുന്നത്, 100% ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട്. അത് സ്വയത്തിന്റെ വെബ് പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്ത് നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്ത് പഠിക്കാം. ദെൻ അത് സർട്ടിഫിക്കേഷൻ ഉണ്ടാവും. സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ മാത്രമാണ് ഒരു എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരിക. ആ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് അവർ ഫീ ചാർജ് ചെയ്യുന്നത്, അല്ലാതെ കോഴ്സിന് വേണ്ടി യാതൊരു ഫീയും ഈടാക്കുന്നില്ല. ദെൻ രണ്ടാമത്തെ സ്കീമാണ് സ്വയം പ്രഭ. ഇതൊരു 34 എഡ്യൂക്കേഷണൽ DTH ചാനൽസിന്റെ കോമ്പിനേഷൻ ആണ്. സോ DTH വഴി എഡ്യൂക്കേഷൻ ഇന്ത്യ മൊത്തം എത്തിക്കുക, അതിനുവേണ്ടിയാണ് ഈ TV ചാനൽസ് എന്നുള്ള രീതിയിൽ 34 ചാനലുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ആണ്, ഒരു ലൈബ്രറി ഫെസിലിറ്റി. സോ ഒരു സിംഗിൾ വിൻഡോ പ്ലാറ്റ്ഫോം ആണ്, ഒരു ലൈക്ക് എ റെപ്പോസിറ്ററി ഇവർ ആക്ട് ചെയ്യുന്നു. നമുക്ക് ആവശ്യമുള്ള ബുക്സും ഇ ബുക്സും റിസർച്ച് പേപ്പേഴ്സും ഒക്കെ സെർച്ച് ചെയ്തെടുക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി. നെക്സ്റ്റ് വാസ് നാഷണൽ അക്കാഡമിക് ഡെപ്പോസിറ്ററി. നമ്മളുടെ സർട്ടിഫിക്കറ്റ്സിനെ എല്ലാം ഡിജിറ്റലൈസ് ചെയ്യുന്നു. എല്ലാ യൂണിവേഴ്സിറ്റീസും ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾ ഡിജിറ്റലൈസ് ചെയ്ത് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഇതിന്റെ പർപ്പസ്. സോ ഈ ഒരു സിംഗിൾ വിൻഡോയിൽ തന്നെ, അതായത് ഈ ഒരു വെബ് പോർട്ടലിൽ തന്നെ, ഈ ഒരു ഡെപ്പോസിറ്ററി തന്നെ നമ്മളുടെ ഇന്ത്യയിൽ ഇഷ്യൂ ചെയ്യപ്പെട്ട എല്ലാ സർട്ടിഫിക്കറ്റ്സും സ്റ്റോർ ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ സേഫ്റ്റി, സെക്യൂരിറ്റി ആൻഡ് അതർ നീഡ്സ് ക്യാൻ ബി സാറ്റിസ്ഫൈഡ്. ദെൻ e-Shodh സിന്ധു ആണ് പറഞ്ഞത്. e-Shodh സിന്ധു എന്ന് പറയുന്നത് ആക്ച്വലി ഇന്ത്യയിലെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ലോകത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ഇന്റർനാഷണൽ ജേർണൽസും ഇ ബുക്സും ഒക്കെ അവൈലബിൾ ആക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ഗവൺമെന്റ് സ്കീമാണ് e-Shodh സിന്ധു. നെക്സ്റ്റ് ഈസ് വിർച്വൽ ലാബ്സ്. വിർച്വൽ ലാബ്സ് എന്ന് പറയുന്നത് സെയിം സ്കീം, അതായത് നമ്മൾ ഇതുവരെ കണ്ട ഓൾമോസ്റ്റ് എല്ലാ ഇനീഷ്യേറ്റീവും മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT എന്ന് പറയുന്ന സ്കീമിന്റെ പാർട്ടായിട്ട് തന്നെ വരുന്നതാണ്. നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT, അതേ സ്കീമിന്റെ പാർട്ടായിട്ട് വരുന്ന മറ്റൊരു ഇനിഷ്യേറ്റീവ് ആണ് വിർച്വൽ ലാബ്സ്. സോ വാട്ട് ഈസ് വിർച്വൽ ലാബ്? ഫിസിക്കൽ ഡിസ്റ്റൻസ് ആൻഡ് ലാക്ക് ഓഫ് റിസോഴ്സസ് makes us unable to perform experiments, especially when they involve sophisticated instruments. Also, good teachers are always a scarce resources. Web-based and video-based courses addresses the issue of teaching to some extent. Conducting joint experiments by two participating institutions and also sharing costly resources are also, ഇങ്ങനെയുള്ള ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. അതായത് നമ്മൾ എക്സ്പെരിമെന്റ് നടത്തുന്നു, സ്കൂൾ ബേസ്ഡ് കോളേജ് ബേസ്ഡ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് നടത്താനും റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യാനും ഒക്കെയുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് വരുന്നുണ്ട് ബേസിക്കലി സയൻസ് ഫീൽഡിൽ.
ആ സയൻസ് ഫീൽഡിലുള്ള ഇത്തരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് വിർച്വൽ ലാബ്സ് എന്ന് പറയുന്ന ഒരു സ്കീം ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് ചെയ്തിട്ടുള്ളത്. സോ വിത്ത് ദി പ്രസന്റ് ഡേ ഇന്റർനെറ്റ് ആൻഡ് കമ്പ്യൂട്ടർ technologies, this limitation can be removed. Students and researchers in enhancing skills and knowledge. Also, in a country such as ours, costly instruments and equipments need to be shared with fellow researchers too. I mean, to the extent possible. Basically, science based ആണ്, commerce based അല്ല, അല്ലെങ്കിൽ social science based ആയിട്ടുള്ള റിസർച്ചുകളെ പറ്റി അല്ല ഈ ഒരു വിർച്വൽ ലാബ് പറയുന്നത്. ഒരു ലാബാണ്. ഓക്കെ, നമ്മളുടെ ലൈവ് ലാബ് എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു അഫെയർ ആയി മാറുന്ന സിറ്റുവേഷൻസിൽ, അല്ലെങ്കിൽ അതിന് പര്യാപ്തമായിട്ടുള്ള ഫാക്കൽറ്റീസ് ഇല്ലാതാവുന്ന സിറ്റുവേഷൻസിൽ ഓൺലൈൻ വഴി ഇതിന് രണ്ടിനുമുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് വിർച്വൽ ലാബ്സിന്റെ പ്രധാന പർപ്പസ്. സോ വിർച്വൽ ലാബ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓരോ എക്സ്പെരിമെന്റും വിർച്വലി ഓൺലൈൻ വഴി ചെയ്ത് പഠിക്കാനുള്ള ഒരു ഓപ്ഷനാണ് വിർച്വൽ ലാബ്സ് വഴി ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദർ വിൽ ബി ബേസിക്കലി ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ വരുന്ന എക്സ്പെരിമെന്റ്സ് ആണ്. ആ എക്സ്പെരിമെന്റ്സ് ചെയ്യാൻ വേണ്ടി ഓൺലൈനിൽ ഒരു പ്ലാറ്റ്ഫോം, ആ പ്ലാറ്റ്ഫോം വഴി എക്സ്പെർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസിന്റെ സപ്പോർട്ട് തരാൻ പറ്റും. അതേപോലെ ഈ ഓരോ തരത്തിലുള്ള എക്സ്പെരിമെന്റ്സും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഓൺലൈൻ വഴി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്. ദാറ്റ് ഈസ് വിർച്വൽ ലാബ്സ്. Then next is e-Yantra. e-Yantra again same scheme ആണ്, developed by a scheme initiated by Ministry of HRD, Human Resource Development, under National Mission on Education through ICT. അതാണ് NMEICT. സോ ആ ഒരു പ്രോഗ്രാം പ്രകാരം ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്കീമാണ് e-Yantra. സോ ആക്ച്വലി ഇവർ ചെയ്യുന്നത് യന്ത്ര ആ വേർഡ് തന്നെയുണ്ട്, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയാണ്. റോബോട്ടിക്സ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട്, എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ടുള്ള റോബോട്ടിക്സ് ക്രിയേറ്റ് ചെയ്യാനും ആ റോബോട്ടിക്സിന്റെ സപ്പോർട്ടോട് കൂടി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് പ്രധാനമായിട്ടും. സോ ലെറ്റ്സ് സീ, ഇറ്റ് ഈസ് നെയിംഡ് e-Yantra. The program is known as e-Yantra, is implemented to incorporate robotics into engineering education with the objective of engaging students through exciting hands-on application of mathematics, computer science, engineering principles. Creation of robotic platforms has been very successfully demonstrated during the first phase of this project. Presently, e-Yantra has been implemented in 100 colleges. സോ ബേസിക്കലി ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള കോളേജുകളിൽ, എഞ്ചിനീയറിംഗ് കോളേജുകളാണ് പ്രധാനമായിട്ടും, എഞ്ചിനീയറിംഗ് കോളേജുകളിൽ റോബോട്ടിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അത് പ്രകാരം ലേണിംഗ് കുറച്ചുകൂടി ഈസിയർ ആക്കുക, ഇൻട്രസ്റ്റിംഗ് ആക്കുക എന്നുള്ളതൊക്കെയാണ് e-Yantrയുടെ പർപ്പസ്. സോ ഇന്ത്യയിൽ ഇതുവരെ 100 കോളേജുകളിൽ e-Yantra സ്കീം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സക്സസും ഫേസ് 1 സക്സസ് കമന്റബിൾ ആണ്. സോ ദാറ്റ് ഈസ് കോൾഡ് e-Yantra. ഇവർ ഉദ്ദേശിക്കുന്നത്, ടാർഗറ്റ് ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെയാണ്, എഞ്ചിനീയറിംഗ് കോളേജിനെയാണ്. ഓക്കെ, ദാറ്റ് വാസ് e-Yantra. നെക്സ്റ്റ് ഈസ് ക്യാമ്പസ് കണക്ടിവിറ്റി പ്രോഗ്രാം. നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, സെയിം സ്കീം. ഈ സ്കീമിന്റെയാണ് എല്ലാ പുതിയ ഇനിഷ്യേറ്റീവ്സും. എയിംസ് ടു ലിവറേജ് ദി പൊട്ടൻഷ്യൽ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇൻ ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്. The mission also aims to provide 20 broadband connections of 512 kbps speed over 2,500 colleges and 2,000 polytechnics, and optical fiber connectivity of 1 gigabyte to 419 universities and university level institutions in the country, which includes internet facility. So എന്താണ് ക്യാമ്പസ് കണക്ടിവിറ്റി പ്രോഗ്രാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്യാമ്പസ് കണക്ടിവിറ്റി പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലുള്ള കോളേജുകളിൽ ഇന്റർനെറ്റ് ഫെസിലിറ്റി അവൈലബിൾ ആക്കുക. ഇതാണ് പ്രോഗ്രാമിന്റെ പർപ്പസ്. ഇന്റർനെറ്റ് ഫെസിലിറ്റി അവൈലബിൾ ആക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ഏതാണ്ട് 25,000 കോളേജുകളിൽ ഒരു ആവറേജ് സ്പീഡിലുള്ള കണക്ഷൻ, അതായത് 512 kbps വരുന്ന ആവറേജ് സ്പീഡിലുള്ള കണക്ഷൻ കൊണ്ടുവരിക. ദെൻ പോളിടെക്നിക് 2000 പോളിടെക്നിക്സിൽ ഇതേ ഫെസിലിറ്റി കൊണ്ടുവരിക. ദെൻ അതുപോലെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ലെവലായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ 1 GB സ്പീഡ് വരുന്ന, 1 Gbps സ്പീഡ് വരുന്ന കണക്ഷൻ 419 യൂണിവേഴ്സിറ്റികളിൽ പ്രൊവൈഡ് ചെയ്യുക.
ഇതൊക്കെയായിരുന്നു ക്യാമ്പസ് കണക്ടിവിറ്റി പ്രോഗ്രാമിന്റെ പ്രധാന പർപ്പസ്. സോ ഇതൊരു ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന സ്കീമിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ വൈഫൈ എനേബിൾഡ് ക്യാമ്പസ് എന്ന് പറയുന്നത് ക്യാമ്പസ് കണക്ടിവിറ്റി പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്കീമാണെന്ന് ഓർക്കുക. സോ ഇതുവരെ പറഞ്ഞ സ്കീമുകളിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്യാമ്പസ് കണക്ടിവിറ്റി, Yantra, Virtual Labs, e-Shodh Sindhu, then National Academic Depository, National Digital Library, Swayam Prabha, Swayam. ഏതെങ്കിലും ഡൗട്ട്സ്? Okay. Next is Talk to a Teacher initiative. Talk to a Teacher. Talk to a Teacher എന്ന് പറയുന്നത് again ഇതൊരു ഇനിഷ്യേറ്റീവ് ആണ് which was developed by IIT Bombay. ബോംബെ IIT മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് HRDയുടെ ഭാഗമായിട്ട്, മിനിസ്ട്രി ഓഫ് HRDയുടെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ സെയിം സ്കീമിന്റെ പേര് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT. ആ സ്കീമിന്റെ ഭാഗമായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ഇനിഷ്യേറ്റീവ് ആണ് ടോക്ക് ടു എ ടീച്ചർ ഇനിഷ്യേറ്റീവ്. അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് IIT ബോംബെ ആണ്. ആൻഡ് ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ഫ്രീ ആക്സസ് ടു എ ഫ്യൂ സെലക്ടഡ് ഗ്രാജുവേറ്റ് and postgraduate courses taught at IIT Bombay by designated faculty members and scholars at large. So the purpose എന്ന് പറയുന്നത് ആക്ച്വലി ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് എഷ്യൂർ ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി IIT ക്രിയേറ്റ് ചെയ്ത ചില പ്രോഗ്രാംസ്, ആ പ്രോഗ്രാംസുമായി ബന്ധപ്പെട്ട് കുറച്ച് സെലക്റ്റഡ് സ്റ്റുഡൻസിന് അവരുടെ ഡൗട്ട്സും അവരുടെ റിസർച്ചിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലാരിഫൈ ചെയ്യാനുള്ള സെഷനാണ് ടോക്ക് ടു എ ടീച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then it uses a view collaboration tool developed by Amrita University for providing virtual classroom to the faculty across the country. These courses are viewed absolutely free of charge at lower bandwidths on personal computer, laptop having headphone and internet connectivity. So give me one second. Okay, let's continue. So ഇത് ആക്ച്വലി ഒരു സർട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ നമ്മൾ സ്വയം സ്കീം പറഞ്ഞതുപോലെ തന്നെ സ്വയം സ്കീമിന്റെ പർപ്പസ് എന്തായിരുന്നു അതുപോലെ തന്നെ IIT ബോംബെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു സ്കീമാണ്. ഇത് പ്രകാരം IITയിലെ ഡിസ്റ്റിംഗ്വിഷ്ഡ് ഫാക്കൽറ്റി മെമ്പേഴ്സ് അവർ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഗ്രാംസ്, കോഴ്സസ് നമുക്ക് ഓൺലൈൻ വഴി തന്നെ അമൃത യൂണിവേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്ത ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട്, ആ ടൂൾ എന്ന് പറയുന്നത് ആക്ച്വലി ഡിജിറ്റൽ ക്ലാസ് റൂം ആണ്. ആ ഡിജിറ്റൽ ക്ലാസ് റൂം വഴി അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി, അതാണ് ടോക്ക് ടു എ ടീച്ചർ സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇത്തരം കോഴ്സുകളിൽ രജിസ്ട്രേഷൻ ഒന്നും കമ്പൽസറി അല്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് പറയുന്നുണ്ട്, നിങ്ങളൊന്ന് വായിക്കണം. ഓക്കെ, സോ എഞ്ചിനീയറിംഗ് സ്കീമിനും മെഡിക്കൽ, കമ്പ്യൂട്ടർ സയൻസ് ഡിസിപ്ലിനും ഹ്യൂമാനിറ്റീസിനും സോഷ്യൽ സയൻസിനും ഒക്കെ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് ഫോളോ ചെയ്യാം. പ്രധാന പർപ്പസ് എന്ന് പറയുന്നത് ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിലുള്ള ടീച്ചേഴ്സിനെ കോളേജ് ലെവലും സ്കൂൾ ലെവലും യൂണിവേഴ്സിറ്റി ലെവലുമായിട്ടുള്ള ടീച്ചേഴ്സിന് ബെറ്റർ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒരു എയിമോട് കൂടിയാണ് ടോക്ക് ടു എ ടീച്ചർ ഇനീഷ്യേറ്റീവ് വർക്ക് ചെയ്യുന്നത്. Is it clear? Clear, sir. Okay. Next, ask a question. Another scheme, ഇതും IIT ബോംബെ തന്നെ ക്രിയേറ്റ് ചെയ്ത മറ്റൊരു സ്കീമാണ്. ആസ്ക് എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റുഡൻസിന് IIT ബോംബെയിലെ ഫാക്കൽറ്റീസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള സെഷൻ. ഇന്ത്യയിലുള്ള ഏത് സ്റ്റുഡന്റിന് വേണമെങ്കിലും ഈ ഒരു ടൈമിൽ, അതായത് 4 to 5 PM എന്ന് പറയുന്ന തേഴ്സ്ഡേ 4 to 5 PM ആണ് ഇന്ററാക്റ്റീവ് സെഷൻസ് അവർ അറേഞ്ച് ചെയ്യുന്നത്. അവർക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലും അതേപോലെ ഫിസിക്സ് ഫീൽഡുകളിലും, ഈ രണ്ട് ഫീൽഡുകളിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫിസിക്സ്, ഇവിടെ ഉള്ള ഡൗട്ട്സും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒരു ഫാക്കൽറ്റിയോട് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഫെസിലിറ്റി മാത്രമാണ് ആസ്ക് എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തത് IIT ബോംബെ ആണെന്ന് മാത്രം നിങ്ങൾ ഓർക്കുക. സോ ഒരു ഇന്ററാക്റ്റീവ് ക്ലാസ് റൂം സെഷൻ
എല്ലാ ആഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് ഈ പ്രോഗ്രാം ഉള്ളത്. 4 മുതൽ 5 വരെ ഓൺലൈൻ വഴി നമുക്ക് പങ്കെടുക്കാം, സ്റ്റുഡൻസിന് പങ്കെടുക്കാം. ദെൻ ആ ഒരു ഏരിയയിൽ നിന്നുള്ള ഡൗട്ട്സ് അവരുമായിട്ട് സംസാരിച്ച് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ആസ്ക് എ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഈസ് e-Acharya. e-Acharya എന്ന് പറയുന്നത് ഒരു ഇന്റഗ്രേറ്റഡ് ഇ കണ്ടന്റ് പോർട്ടലാണ്. Integrated e-content portal. That is the official repository of National Mission on Education through ICT. And all content produced under this scheme is being put at the repository platform of Inflibnet Center, Gandhinagar. So, to apply basic tenets of preservation for digital content, standard and metaphysics, digital content, and ensure long-term availability. So, ഈ ഒരു സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു ഇ കണ്ടന്റ് പോർട്ടലാണ്. നമ്മളുടെ ട്രെയിനിങ്, ഈ പറയുന്ന നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ഓൺ ബേസ്ഡ് ഓൺ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്ന സ്കീം പ്രകാരം കളക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഡേറ്റ, അത് ഈ കണ്ടന്റ് ആകാം. ആ കണ്ടന്റുകളെല്ലാം സ്റ്റോർ ചെയ്യാനും പിന്നീട് അസസ് ചെയ്യാനുമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് e-Acharya എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. So the Inflibnet Center has developed a web-based interface called e-Acharya, integrated e-content portal for all e-content projects developed or funded by National Mission on Education through ICT. ഈ നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT ഫണ്ട് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ പ്രോഗ്രാമിന്റെയും അതിൽ നിന്ന് കളക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഡേറ്റ, അതുമായി ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻ ക്ലാസ്സസ് അല്ലെങ്കിൽ റിസർച്ച് പേപ്പേഴ്സ്, ഇതെല്ലാം സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ് e-Acharya. e-Acharya മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇൻഫ്ലിബ്നെറ്റ് സെന്റർ തന്നെയാണ്. ഓക്കെ, ഇൻഫ്ലിബ്നെറ്റ് സെന്ററിന്റെ പാർട്ടായിട്ട് തന്നെയാണ് e-Acharya മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതും ഒരു സ്റ്റോർ ഹൗസ് എന്ന് നമുക്ക് പറയാം. ഡേറ്റാസ് മൊത്തം ഈ ഒരു സ്കീം പ്രകാരം കളക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡേറ്റാസും അതിനകത്തുണ്ടാവും. ക്ലാസ്സസ് ആയാലും ലൈവ് ക്ലാസ്സസ് നടന്നിട്ടുണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്യപ്പെട്ട ഒരു റെപ്പോസിറ്ററിയാണ് e-Acharya. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് e-Kalpa. ഇതും സെയിം സ്കീമിന്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു ഇനിഷ്യേറ്റീവ് ആണ് e-Kalpa. ക്രിയേറ്റിംഗ് ഡിജിറ്റൽ ലേണിംഗ് എൻവയോൺമെന്റ് ഫോർ ഡിസൈൻ ഇൻ ഇന്ത്യ has successfully demonstrated the achievement of the following project objects and complications. So ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട്, അതാണ് ഓർക്കേണ്ടത്, ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഇ ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ് e-Kalpa. ഓക്കെ, ഡിജിറ്റൽ ഓൺലൈൻ കണ്ടന്റ് ഫോർ ലേണിംഗ് ഡിസൈൻ വിത്ത് ഇ ലേണിംഗ് പ്രോഗ്രാംസ് ഓൺ ഡിസൈൻ. സോ ഡിസൈനിങ് എന്ന് പറയുന്ന ഏരിയയിലാണ് e-Kalpa വർക്ക് ചെയ്യുന്നത്. ഡിജിറ്റൽ ഡിസൈൻ റിസോഴ്സസ് ഡേറ്റാബേസ് ഇൻക്ലൂഡിംഗ് ക്രാഫ്റ്റ് സെക്ടർ, then social networking for higher learning and collaborative learning, space for design inputs for projects of National Mission on Education through ഇതൊന്നും ഇത്രയും കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. e-Kalpa എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഡിസൈനിങ് ഏരിയയുമായി ബന്ധപ്പെട്ട ഇ ലേണിംഗ് പോർട്ടലാണ് e-Kalpa. ഓക്കെ, അത് ക്രാഫ്റ്റ് വർക്ക്സ് ആകാം, അല്ലെങ്കിൽ ക്രാഫ്റ്റ് സെക്ടർ ആകാം, അല്ലെങ്കിൽ ലേണിംഗ് സ്പേസ് ആകാം, അങ്ങനെയുള്ള എന്ത് കാര്യം ആയിക്കോട്ടെ, ഡിസൈനിങ് ഏരിയയുമായി ബന്ധപ്പെട്ട് e-Kalpയാണ് വർക്ക് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് FOSSEE. FOSSEE എന്ന് പറയുന്നത് ദി ഫ്രീ ആൻഡ് ഓപ്പൺ സോഫ്റ്റ്വെയർ ഓഫ് എഡ്യൂക്കേഷൻ. ഫ്രീ ആൻഡ് ഓപ്പൺ സോഫ്റ്റ്വെയർ ഓഫ് എഡ്യൂക്കേഷൻ, അതാണ് FOSSEE. FOSSEE project sanctioned to IIT Bombay has been promoting the use of open source software. What is open source software? പെട്ടെന്ന് ആൻസർ പറയൂ, എന്തായിരുന്നു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ? ലാസ്റ്റ് ഡേ സോഫ്റ്റ്വെയർസിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഓപ്പൺ സോഴ്സ് ഉണ്ട്, ക്ലോസ്ഡ് സോഴ്സ് ഉണ്ട്, പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ഉണ്ട്. സോ വാട്ട് വാസ് ദിസ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ? ഇതൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. Hey, I'm not getting any answer. Open source means the source code can be edited. This source code will be available to the end user. അതുകൊണ്ട് തന്നെ എൻഡ് യൂസർക്ക് എഡിറ്റ് ചെയ്ത് അവരുടെ രീതിയിൽ ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയർസിനെയാണ് ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്നത്. സോ FOSSEE എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ഏരിയയിലെ, എഡ്യൂക്കേഷണൽ ഫീൽഡിലെ ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം. അതായത് നമ്മളുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ട രീതിയിൽ
വേണ്ട രീതിയിൽ പ്രോഗ്രാംസിനെ എഡിറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ ഇൻസ്ട്രക്ഷൻ മെറ്റീരിയൽ ആയാലും അല്ലെങ്കിൽ ട്യൂട്ടോറിയൽസ് ആയാലും നമുക്ക് വേണ്ട രീതിയിൽ എഡിറ്റ് ചെയ്ത് മാറ്റി ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതൊരു സോഫ്റ്റ്വെയർ ആണെന്ന് ഓർക്കുക. ഇതൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് യൂസ് ചെയ്യാവുന്ന ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് FOSSEE. Okay, it does through instruction materials such as spoken tutorials, documentation such as textbook companions, awareness programs such as conferences, training workshops, internship. Then ഇതെല്ലാം ഇതിന്റെ ബേസിലുള്ള ഡിഫറെന്റ് പ്രോഗ്രാംസ് ആണ്. FOSSEE പ്രൊജക്ട് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഫോളോ ചെയ്യാവുന്ന ഒരു സോഫ്റ്റ്വെയർ ടൂളാണ്. ഇത് പ്രകാരം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ സോഫ്റ്റ്വെയർ എഡിറ്റ് ചെയ്ത് മാറ്റാൻ സാധിക്കും, സോഴ്സ് കോഡ് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയറിനെയാണ് FOSSEE എന്ന് വിളിക്കുന്നത്. സോ ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ദി ഫ്രീ ആൻഡ് ഓപ്പൺ സോഫ്റ്റ്വെയർ ഫോർ എഡ്യൂക്കേഷൻ, ദാറ്റ് ഈസ് FOSSEE. Okay. Next scheme is e-Vidwan. e-Vidwan. The Information and Library Network, Inflibnet, Inflibnet full form ആണ് Information and Library Network. Center took an initiative called Vidwan. ഇത്തരത്തിലൊരു സ്കീം ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് Inflibnet സെന്റർ ആണ്. ഇതിന്റെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് collect academic and research profile of scientists, faculty and research scientists working in leading academic and research organizations in India and abroad. ഇന്ത്യയിലും പുറത്തുമുള്ള റിസർച്ചേഴ്സിന്റെയും എക്സ്പെർട്സിന്റെയും അങ്ങനെയുള്ള ഓരോ ഏരിയയിലും എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളുടെ ഡേറ്റയും അവരുടെ റിസർച്ച് പേപ്പേഴ്സും ഒക്കെ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യാവുന്ന ഒരു ഏരിയ. Then quickly and conveniently provide information about expert to peers, prospective collaborators, funding agencies, policymakers and research scholars in the country. Establish communication directly with the expert who possesses expertise needed by the research scholar. So basically research നമ്മളൊരു പുതിയ റിസർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ഇൻഫർമേഷൻ അവൈലബിൾ ആയിട്ട് വേണ്ടി വരും. അങ്ങനെ ഇൻഫർമേഷൻ കിട്ടാനുള്ള ഒരു സ്ഥലമാണ് Inflibnet. ആ Inflibnet വഴി ആക്ച്വലി റിസർച്ച് ഓൾറെഡി കണ്ടക്ട് ചെയ്തിട്ടുള്ള എക്സ്പേർട്സ് ഉണ്ടാകും, അവരുമായിട്ട് സംസാരിക്കാനുള്ള ഫെസിലിറ്റി, അല്ലെങ്കിൽ ഫണ്ടഡ് ബേസ്ഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ഫണ്ടഡ് ആയിട്ടുള്ള പ്രോഗ്രാംസിനാണെങ്കിൽ അത്തരത്തിലുള്ള റിസർച്ച് പേപ്പേഴ്സിന് എത്രമാത്രം ഫീസിബിലിറ്റി ഉണ്ടെന്ന് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി, ഇതെല്ലാമാണ് e-Vidwan വഴി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതൊരു പ്രീമിയർ ഡേറ്റാബേസ് ആണ്. ഈ ഡേറ്റാബേസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് സയന്റിസ്റ്റിന്റെയും റിസർച്ചേഴ്സിന്റെയും ഒക്കെ പ്രൊഫൈലാണ്. അവർ ചെയ്തിട്ടുള്ള റിസർച്ചുമായി ബന്ധപ്പെട്ട് അവരുടെ ഏരിയ, റിസർച്ച് ഏരിയ, എങ്ങനെയാണ് അവർ റിസർച്ച് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഒരു ഡീറ്റെയിൽഡ് പ്രൊഫൈൽ ഇന്ത്യയിലും പുറത്തുമുള്ള എക്സ്പെർട്ട് സയന്റിസ്റ്റിന്റെ റിസർച്ചേഴ്സിന്റെ ഒക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴി നമ്മളുടെ ഇന്ത്യയിൽ ആ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട് റിസർച്ചുകൾ നടത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ പഠിക്കുക, അങ്ങനെയുള്ള ആളുകൾക്ക് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് e-Vidwan വർക്ക് ചെയ്യും. സോ Vidwan ഈസ് എ premier database of profiles of scientists, researchers and other faculty members working at leading academic institutions and other research and development organizations including teaching and research in India. ഇന്ത്യയിൽ മാത്രമല്ല പുറത്തുള്ളവരുടെ, ബേസിക്കലി ഇന്ത്യയിലും പുറത്തുമുള്ള എക്സ്പെർട്ട് ആയിട്ടുള്ള റിസർച്ചേഴ്സിന്റെയും സയന്റിസ്റ്റിന്റെയും അല്ലെങ്കിൽ ഫാക്കൽറ്റീസിന്റെയും ഒക്കെ പ്രൊഫൈലും അവരുടെ ഏരിയ ഓഫ് റിസർച്ചും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഏരിയയാണ്, ഒരു ഡേറ്റാബേസ് ആണ് ആക്ച്വലി Vidwan എന്ന് പറയുന്നത്. സോ ദാറ്റ് ആ ഏരിയയുമായി ബന്ധപ്പെട്ട റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ പിയേഴ്സിനൊക്കെ അന്വേഷിച്ചു പോകാൻ ഒരാളുണ്ട്, ഒരു കോണ്ടാക്ട് ചെയ്ത് ഇതിനെപ്പറ്റി മുമ്പ് റിസർച്ച് നടത്തുന്ന ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യുകയും അവരുടെ എക്സ്പെർട്ട് ഒപ്പീനിയൻ മേടിക്കാനുമുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടും e-Vidwan വർക്ക് ചെയ്യും. സോ ദാറ്റ് വാസ് e-Vidwan. Next is Spoken Tutorial, another scheme. Spoken Tutorial is a multi-award winning educational content portal. Here, one can learn various free and open source software all by oneself. Our self-paced multilingual courses ensures that anybody with a computer and a desire of learning can learn from any place, any time and in a language of their choice. So, talk to a teacher initiative നമ്മൾ പറഞ്ഞു.
ആ ടോക്ക് ടു എ ടീച്ചർ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ് സ്പോക്കൺ ട്യൂട്ടോറിയൽ. അതും ഒരു എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോം ആണ്. എഗെയിൻ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICTയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള മറ്റൊരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ആണ്. ഇവിടെയും മൾട്ടിലിംഗൽ കോഴ്സസ് അവൈലബിൾ ആണ്. ആ കോഴ്സസുകൾ പഠിക്കാനുള്ള ഒരു ഫെസിലിറ്റിയാണ് ഇവിടെയും കിട്ടുന്നത്. ഓക്കെ, സ്വയം പോലെ തന്നെയാണ് സ്പോക്കൺ ട്യൂട്ടോറിയലും വർക്ക് ചെയ്യുന്നത്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ടോക്ക് ടു എ ടീച്ചർ ഇനിഷ്യേറ്റീവ്. ഓക്കെ, ഇത് അത്രയും സിഗ്നിഫിക്കന്റ് അല്ല, ബിക്കോസ് ഇത്തരത്തിലുള്ള സ്കീമുകൾ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് അത്ര സിഗ്നിഫിക്കന്റ് അല്ല. അടുത്തതിലേക്ക് പോകാം. സെൻട്രൽ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ. The Ministry of Human Resource Development under National Mission on Education through ICT has awarded the project to IIT Delhi. So basically ഈ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന പ്രോജക്റ്റ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ഓൺലൈൻ സ്റ്റോറേജ് ഫെസിലിറ്റിയാണ്. ഓൺലൈൻ സ്റ്റോറേജ് നമ്മളിപ്പോൾ ഡ്രൈവ് ഒക്കെ യൂസ് ചെയ്യുന്നത് പോലെ ഗൂഗിൾ ഡ്രൈവ് ഇതൊരു ഓൺലൈൻ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അത്തരത്തിലുള്ള നാഷണൽ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയാണ് സെൻട്രൽ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് IIT ഡൽഹിയാണ്. ആൻഡ് പ്രധാന പർപ്പസ് ഇതിനകത്ത് ഓർക്കേണ്ടത് ബാദലാണ്. വാട്ട് ഈസ് ബാദൽ? ബാദൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ സെൻട്രൽ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ ആണെന്ന് ഓർക്കുക. ഇന്ത്യയിലെ സെൻട്രൽ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറിനെയാണ് നമ്മൾ ബാദൽ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഇസ് എ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഒക്കെ അറിയില്ലേ, തരത്തിലുള്ള ക്ലൗഡ് പ്ലാറ്റ്ഫോം ആണ്. ഇതിൽ നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. 24/7 ബാക്കപ്പ് അവൈലബിൾ ആണ്. ദെൻ ഈ കണ്ടന്റും വീഡിയോസും ഒക്കെ e-Acharya ഭാഗമായിട്ട് വരുന്ന ഈ കണ്ടന്റും വീഡിയോസും ഒക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് സെൻട്രൽ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഇറ്റ്സ് ഓൾസോ കോൾഡ് ബാദലാണ് ഓർക്കേണ്ടത്. സോ ഇത്രയും സ്കീമുകൾ ഇതിൽ റെലവെന്റ് ആയിട്ടുള്ളത് ഞാൻ ഒന്നും കൂടി പറയുന്നു. റെലവെന്റ് എന്നുള്ള ടേമിൽ തന്നെ ഓർത്തേക്കുക. ഫസ്റ്റ് വൺ സ്വയം ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സ്വയം പ്രഭ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ദെൻ നാഷണൽ അക്കാഡമിക് ഡെപ്പോസിറ്ററി ഈസ് ഇമ്പോർട്ടൻറ്റ്. വിർച്വൽ ലാബ്സ് ഒന്നും അങ്ങനെ ചോദിക്കാറില്ല. ഈ യന്ത്രയൊക്കെ അപൂർവമായിട്ടേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. പിന്നെ ക്യാമ്പസ് കണക്ടിവിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. ക്യാമ്പസ് കണക്ടിവിറ്റി പ്രോഗ്രാം അത് ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള പ്രോഗ്രാം ആണെന്ന് ഓർക്കണം. ദെൻ e-Acharya, FOSSEE ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ബാദൽ. ഇത്രയുമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഒരു കാരണവശാലും മറക്കാൻ പാടില്ലാത്ത പ്രോഗ്രാംസ് ഞാനിപ്പോ പറഞ്ഞു. ദെൻ ഓക്കെ, ബാദൽ എന്ന് പറഞ്ഞാൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്. അതായത് നമുക്ക് ഓൺലൈനിൽ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി. ഇന്ത്യയിലുള്ള ഈ കണ്ടന്റ് മൊത്തം സ്റ്റോർ ചെയ്യാവുന്ന ഓൺലൈൻ ഫെസിലിറ്റിയാണ് ബാദൽ എന്ന് പറയുന്നത്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അറിയില്ലേ, നമ്മളിപ്പോ നമ്മളുടെ മൊബൈലിലൊന്നും സേവ് ചെയ്യാതെ, ഐ മീൻ സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടി, സ്പേസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഗൂഗിൾ ഡ്രൈവിലൊക്കെ സേവ് ചെയ്യില്ലേ. അതായത് നമ്മുടെ മൊബൈലിൽ സേവ് ചെയ്യുന്നില്ല, അതിന് പകരം ഗൂഗിൾ ഡ്രൈവിൽ സേവ് ചെയ്യുന്നു. സോ ദാറ്റ് ആ ഒരു ഡ്രൈവിൽ അവിടെ സേവ്ഡ് ആയിട്ട് കിടക്കും, നമ്മുടെ മൊബൈലിലെ സ്പേസ് പോകുന്നില്ല. അത്തരത്തിലൊരു ഫെസിലിറ്റിയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആണ് ആക്ച്വലി ബാദൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിന്റെ പേരാണ് ബാദൽ. ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് IIT ഡൽഹിയാണ്. IIT ഡൽഹി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഓക്കെ, അതാണ് ബാദൽ. ഇനി നമ്മൾ 2-3 ക്വസ്റ്റ്യൻസ് കൂടി നോക്കുന്നു ഇന്നത്തെ സെഷനിൽ. അതോടുകൂടി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. കുറച്ച് അഡീഷണൽ ഏരിയ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഐ ടേക്ക് half an hour or 40 minutes. അതിന് അത്രയും ടൈം കൂടി നമുക്ക് ഇന്ന് അഡീഷണൽ ആയിട്ട് എടുക്കേണ്ടതുണ്ട്. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. 9 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. മേജർ ഏരിയാസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് മേജർ റെലവന്റ് ഏരിയാസ് നമ്മൾ പറഞ്ഞിരുന്നു. ദെൻ അതിൽ കുറച്ച് അഡീഷൻസ്, കുറച്ച് കൂടുതൽ കാര്യങ്ങൾ വീണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ദെൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു ചോദ്യം, ജതിൻസ് ലാപ്ടോപ്പ് ഹാസ് LCD സ്ക്രീൻ. വാട്ട് ഈസ് ദി അക്രോണിം ഫോർ LCD? LCDയുടെ അക്രോണിം എന്താണ്? സോ LCDയുടെ കംപ്ലീഷൻ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഓക്കെ, സോ ഇത്തരത്തിലുള്ള ചോദ്യം പലതവണയായിട്ട് കണ്ടിട്ടുണ്ട്. CRTയുടെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്, LCDയുടെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്, LED ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. അത്രയും സിമ്പിൾ ആണ്. എന്താണെന്ന് നമ്മൾ അറിയേണ്ട, ഇതിന്റെ ജസ്റ്റ് ഫുൾ ഫോംസ് മാത്രം ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. സോ വിൽ സ്റ്റാർട്ട് ഫ്രം CRT, പഴയ ടൈപ്പ് മോണിറ്റർ, കാഥോഡ് റേ ട്യൂബ് എന്നാണ് CRTയുടെ ഫുൾ ഫോം, കാഥോഡ് റേ ട്യൂബ്. സോ കാഥോഡിന്റെ സപ്പോർട്ടോട് കൂടിയാണ് ലൈറ്റ് എമിഷൻ നടന്നിരുന്നത്, അതുകൊണ്ടാണ് കാഥോഡ് റേ ട്യൂബ് എന്ന് പറയുന്നത്. സോ ദാറ്റ് വാസ് ദി ഫസ്റ്റ് ടൈപ്പ്. ദെൻ LCD പിന്നീട് വരുന്നു. LCD മീൻസ് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. Then next is TFT, LED light emitting diode, light emitting diode. പിന്നീട് DLP മോണിറ്റേഴ്സ് വന്നു. DLP ഡിജിറ്റൽ ലൈറ്റ് പ്രോസസിംഗ് ആണ് DLP കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡിജിറ്റൽ ലൈറ്റ് പ്രോസസിംഗ്. ദെൻ ടച്ച് സ്ക്രീൻ ഒന്നും നമ്മളോട് ചോദിക്കത്തില്ല, ജസ്റ്റ് ഇതിന്റെ ഫുൾ ഫോംസ് ആണ് നമ്മളോട് ഇതുവരെ ചോദിച്ചു കണ്ടിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. OLED മീൻസ് ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. സോ ഇതെല്ലാം കമ്പ്യൂട്ടിംഗ് ടെക്നോളജിയിൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് മോണിറ്റേഴ്സിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളാണ്. സോ OLED ചോദിച്ചാലും ഈ പറഞ്ഞ DLP ചോദിച്ചാലും LED ചോദിച്ചാലും ഒക്കെ എന്താണെന്ന് മാത്രം, അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് മാത്രം മനസ്സിലാക്കുക. ഓക്കെ, ദെൻ പിന്നീട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിന്നും. ഇൻ ഓഡിയോ ആൻഡ് വീഡിയോ കംപ്രഷൻ ദി ടേം RGB മീൻസ്, RGB റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ, ഈ മൂന്ന് കളേഴ്സിന്റെ കോമ്പിനേഷൻ ആണ്. ഈ മൂന്ന് പ്രൈമറി കളേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ബാക്കിയുള്ള കളറുകളെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് എ ബേസിക് നോളജ് ദാറ്റ് വി നീഡ് ടു നോ. Then there is another question with respect to computers, which of the following best describes phishing? So question എന്താണ് ഫിഷിംഗ് എന്നാണ്. ഫിഷിംഗ് എന്താണെന്ന് ചോദിച്ചാൽ ആക്ച്വലി ഇതൊരു സൈബർ ക്രൈം ആണ്. ഫിഷിംഗ് is a cyber crime in which a target or targets are contacted by email, telephone or text message by someone posting as a legitimate institution to lure individuals into providing sensitive data such as personally identifiable information, banking or credit card details or password. നമ്മളോട് പലരും ചോദിക്കാറില്ലേ ഫോൺ വിളിച്ച് ബാങ്കിന്റെ ആളാണെന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഫോൺ കോളുകൾ വരാറുണ്ട്. ഇതെല്ലാം ഫിഷിങ്ങിന്റെ ഭാഗമാണ്. ഇത്തരത്തിലുള്ള ആക്ടിനെയാണ് നമ്മൾ ഫിഷിംഗ് എന്ന് പറയുന്നത്. സോ ഇതൊരു സൈബർ ക്രൈം ആണ്. നമ്മളുടെ കയ്യിൽ നിന്നും സെൻസിറ്റീവ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി മറ്റൊരു പാർട്ടി എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ കയ്യിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ദിസ് ഈസ് കോൾഡ് ഫിഷിംഗ്. അതുപോലെ there are some other terms you need to know. Next is malware. Malware എന്ന് പറഞ്ഞാൽ it is a collective name for a number of malicious software variants including viruses, ransomware, spyware. ഇത്തരത്തിലുള്ള മലീഷ്യസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കമ്പ്യൂട്ടറിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാംസിനെ ഡാമേജ് ചെയ്യുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയർ, അത്തരത്തിലുള്ള സോഫ്റ്റ്വെയർസിന്റെ കോമൺ നെയിം ആണ് മാൽവെയർ. അത്തരത്തിലുള്ള സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞാൽ വൈറസസ് അതിനകത്ത് വരും, റാൻസംവെയർ അതിനകത്ത് വരും, സ്പൈവെയർ വരും. ഇതെല്ലാം മാൽവെയറിന് എക്സാമ്പിൾ ആണ്. Malware typically consists of code developed by cyber attackers designed to cause extensive damage to data and systems or to gain unauthorized access to network. So നമ്മളുടെ കമ്പ്യൂട്ടറിനകത്ത് ഡാമേജുകൾ വരുത്തുക അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ അനധികൃതമായിട്ട് പ്രവേശിക്കുക, അതിനൊക്കെ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മാൽവെയറുകൾ യൂസ് ചെയ്യുന്നത്. സോ മാൽവെയർ ക്യാൻ ബി വൈറസ്, റാൻസംവെയർ, സ്പൈവെയർ, അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും മാൽവെയറിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. സോ ദാറ്റ് ഈസ് മാൽവെയർ. ഫിഷിംഗ് എന്താണെന്ന് മനസ്സിലായല്ലോ, മാൽവെയർ എന്താണെന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ഈസ് കമ്പ്യൂട്ടർ വൈറസ്. വാട്ട് ഈസ് കമ്പ്യൂട്ടർ വൈറസ്? കമ്പ്യൂട്ടർ വൈറസ് ഒരു മാൽവെയർ ആണ്. സോ വി ഓൾറെഡി സെഡ് മാൽവെയർ ഇൻക്ലൂഡ്സ് വൈറസസ് ആസ് വെൽ. Malware attached to another program such as a document which can replicate and spread after an initial execution on a target system where human interaction is required. Many viruses are harmful and can destroy data, slow down system resources and log keystrokes. So basically viruses എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം ആണ്. ഓക്കെ, ഇതൊരു മാൽവെയർ ആണ്. നമ്മളുടെ കമ്പ്യൂട്ടറിനകത്തേക്ക് നമ്മളുടെ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റിന്റെ ഒപ്പം കയറി കൂടുന്നതാണ് ഇത്തരത്തിലുള്ള മാൽവെയറുകൾ. ദെൻ
ഈ മാൽവെയറിന്റെ സ്പെഷ്യാലിറ്റി മറ്റുള്ള മാൽവെയറുമായിട്ട്, അതായത് വൈറസിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൈറസസ് ഹ്യൂമൻ ആക്ഷനോട് കൂടി മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. നമ്മളത് ഡൗൺലോഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളതിനെ അറിയാതെ ക്ലിക്ക് ചെയ്യണം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ മാൽവെയർ വർക്ക് ചെയ്യൂ. സോ വിച്ച് ക്യാൻ റിപ്ലിക്കേറ്റ് ആൻഡ് സ്പ്രെഡ് ആഫ്റ്റർ ഇനീഷ്യൽ എക്സിക്യൂഷൻ ഓൺ എ ടാർഗറ്റ് സിസ്റ്റം വെയർ ഹ്യൂമൻ ഇന്ററാക്ഷൻ ഈസ് റിക്വയർഡ്. നമ്മൾ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ആക്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു ആക്ട് അത് ചെയ്തു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് പിന്നീട് റിപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അത്തരത്തിലുള്ള പ്രോഗ്രാംസിനെയാണ് വൈറസസ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ വന്നു കഴിഞ്ഞാൽ ഡേറ്റ നശിപ്പിച്ചെന്നിരിക്കും, നമ്മുടെ കമ്പ്യൂട്ടർ സ്ലോ ആക്കി എന്നിരിക്കും, കീ സ്ട്രോക്സ് വർക്ക് ചെയ്യാതായിരിക്കും. ഇതെല്ലാം വൈറസസിന്റെ ഡാമേജ് സ്കോപ്പ് എത്രമാത്രം ഉണ്ടെന്ന് ഇതിലെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ വൈറസസ് ആൻഡ് വോംസ്. എ കമ്പ്യൂട്ടർ വോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് എ സ്റ്റാൻഡ് അലോൺ മാൽവെയർ പ്രോഗ്രാം. വൈറസസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വൈറസസ് ആർ അറ്റാച്ച്ഡ് ടു അനദർ പ്രോഗ്രാം. മറ്റൊരു പ്രോഗ്രാം നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ, നമ്മൾ കാണുന്ന ഏതെങ്കിലും ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഓഡിയോ ഡൗൺലോഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്നു, അത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിന്റെ ഒപ്പം മാത്രമേ വൈറസിന് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് വരാൻ സാധിക്കൂ. ദാറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു അനദർ പ്രോഗ്രാം. വേറസ് വോംസ് എന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റാൻഡ് അലോൺ പ്രോഗ്രാം ആണ്, ഒറ്റയ്ക്ക് നിൽക്കും. ഓക്കെ, എ കമ്പ്യൂട്ടർ worm is a standalone malware computer program that replicates itself in order to spread to another computer. നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുകയോ ഹ്യൂമൻ ഇന്റർവെൻഷൻ ഉണ്ടാവുകയോ ഒന്നും വേണ്ട. ഈ പറയുന്ന വോം ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് സ്വയം ചേഞ്ച് ചെയ്യും. സോ ദാറ്റ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ വോം തനിയെ വന്നിരിക്കും, വോം കയറി എന്നിരിക്കും. അല്ലെങ്കിൽ വോമിന് സ്വന്തമായിട്ട് റിപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് വേറൊരു പ്രോഗ്രാമിന്റെ സപ്പോർട്ടും ആവശ്യമില്ല, ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ്. Then it often causes computer network to spread itself. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് നെറ്റ്വർക്കിലൂടെ ഓരോ കമ്പ്യൂട്ടറുകളിലേക്കും സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. Relying on the security failures of the target computer access it. So basically നമ്മുടെ ഫയർവാൾ എന്ന് പറയുന്ന പ്രൊട്ടക്ഷൻ ആണ്. അത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ നമ്മളുടെ ആന്റിവൈറസ് പ്രോഗ്രാംസ്, ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഇല്ലാതെയാവുക അല്ലെങ്കിൽ വർക്ക് ചെയ്യാതിരിക്കുക, ഈ സാഹചര്യങ്ങളിലെല്ലാം നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് നെറ്റ്വർക്ക് വഴി മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് കയറിക്കൂടും, സ്വയം കയറിക്കൂടാനുള്ള കഴിവ് വോംസിനുണ്ട്. ഇറ്റ് വിൽ യൂസ് ദിസ് മെഷീൻ ആസ് എ ഹോസ്റ്റ് ടു സ്കാൻ ആൻഡ് ഇൻഫെക്ട് അതർ കമ്പ്യൂട്ടേഴ്സ്. ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ അതിന് ഹോസ്റ്റ് ആക്കി വെച്ചുകൊണ്ട് മറ്റ് കമ്പ്യൂട്ടേഴ്സിനെ ഡാമേജ് ചെയ്യാൻ വേണ്ടി വോംസിന് സാധിക്കും. വൈറസ് അങ്ങനെയല്ല. വൈറസ് is always attached to another program. ആ പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്യുക, ആ പ്രോഗ്രാം റൺ ചെയ്യുക, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ വൈറസിന് കയറാൻ സാധിക്കൂ. പക്ഷേ വോം ആണെങ്കിൽ സ്വന്തമായിട്ട് റിപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അവിടെ മറ്റൊരു പ്രോഗ്രാമിന്റെ സപ്പോർട്ട് വോമിന് ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് ഈസ് ട്രോജൻ ഹോഴ്സ്. ട്രോജൻ ഹോഴ്സ് വൈറസ് എന്ന് നമ്മൾ പറയാറുണ്ട്, ബട്ട് ട്രോജൻ ഹോഴ്സും വൈറസും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ട്രോജൻ ഹോഴ്സ് ഓർ ട്രോജൻ is a type of malware that is often distinguished as legitimate software. നമ്മളത് ലീഗൽ സോഫ്റ്റ്വെയർ ആണ്, നമ്മൾ കാണുമ്പോൾ ശരിയായ സോഫ്റ്റ്വെയർ ആണെന്ന് തോന്നിപ്പിക്കും, അതുവഴി നമ്മൾ ഡൗൺലോഡ് ചെയ്യും. അങ്ങനത്തെ സോഫ്റ്റ്വെയർസിനെയാണ്, ആക്ച്വലി അതൊരു വൈറസ് ആയിരിക്കും, അങ്ങനത്തെ സോഫ്റ്റ്വെയർസിനെയാണ് ട്രോജൻ ഹോഴ്സ് എന്ന് വിളിക്കുന്നത്. ട്രോജൻസ് ക്യാൻ ബി employed by cyber thief or attackers trying to gain access to users system. Users are typically tricked by some form of social engineering into loading and executing trojans into their system. നമ്മൾ വേറെ എന്തോ കണ്ടിട്ട് ക്ലിക്ക് ചെയ്യുന്നതാകും, വേറെ എന്തോ ഒരു പ്രോഗ്രാം ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്നതാകും. അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളെ പറ്റിച്ചുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിനകത്തേക്ക് കയറുന്നതാണ് ട്രോജൻ. സോ വൈറസസുമായിട്ട് കമ്പയർ ചെയ്താൽ വൈറസസ് അങ്ങനെ ഡയറക്ട്ലി നമ്മുടെ മുമ്പിലേക്ക് കാണിക്കുന്നില്ല. വൈറസസ് വരുന്നത് മറ്റൊരു പ്രോഗ്രാമിന്റെ ലിങ്ക് ചെയ്യിപ്പിച്ചുകൊണ്ടാണ്. മറ്റൊരു പ്രോഗ്രാം ഉണ്ടാവും, ആ പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്തു, അതിന്റെ ഒപ്പമായിരിക്കും വൈറസ് വരുന്നത്. പക്ഷെ ട്രോജൻസ് വരുന്നത് മറ്റൊരു പ്രോഗ്രാമിന്റെ ഐഡന്റിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ്. ട്രോജൻസ് ആക്ച്വലി കാണുന്നത് പോലെ ആയിരിക്കില്ല. നമ്മൾ ഇപ്പോൾ ഒരു ഫ്ലാഷ് മെസ്സേജ് കാണുന്നു, ആ ഫ്ലാഷ് മെസ്സേജ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു, ഓപ്പൺ കൊടുക്കുന്നു. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ആ ഫ്ലാഷ് മെസ്സേജ് ആയിട്ട് വന്നത് ട്രോജൻ ആയിരുന്നു. അങ്ങനെയാണ് നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് ട്രോജൻ ഹോഴ്സ് കയറുന്നത്. ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രോജൻ ഹോഴ്സ് ആൻഡ് നോർമൽ വൈറസ്. നെക്സ്റ്റ് ഈസ് ലോജിക് ബോംബ്. A logic bomb is a piece of code intentionally inserted into a software system that will set off malicious function when
specified conditions are met. For example, programmer may hide a piece of code that starts deleting files. Should they ever be terminated from a company? So ലോജിക് ബോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സിസ്റ്റത്തിലുള്ള ഇൻഫർമേഷൻ മൊത്തമായിട്ട് ഡിലീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെറ്റായിട്ടുള്ള ആരെങ്കിലും ഇപ്പൊ നമ്മൾ കോഡ് ലോക്ക് ചെയ്ത് വെക്കുന്ന സിറ്റുവേഷൻസ് ഒന്ന് ആലോചിച്ച് നോക്കുക. ചില എക്സാമ്പിൾസ് നമുക്ക് പല സിനിമകളിലും ഒക്കെ കാണാൻ സാധിക്കും. കോഡ് ലോക്ക്ഡ് ആയിരിക്കും. ആൻഡ് ഇനിയിപ്പോ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് വന്നു കഴിഞ്ഞാൽ ആ ഡേറ്റ ലീക്ക് ആകാതിരിക്കാൻ വേണ്ടി മൊത്തമായിട്ട് അങ്ങ് നശിപ്പിച്ചു കളയും. ഇതിനെയാണ് ലോജിക് ബോംബ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കോഡ്. ഒരു വൈറസ് ഒന്നുമല്ല, കോഡാണ്. ആ കോഡ് യൂസ് ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ക്രൈറ്റീരിയ ഹാപ്പൻ ചെയ്താൽ, ആ ക്രൈറ്റീരിയക്ക് എക്സാമ്പിൾ ആണ് മറ്റൊരാൾ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം ഓപ്പൺ ആക്കി നോക്കുന്നു. അത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ആണെങ്കിൽ ഇത്തരത്തിലുള്ള കോഡുകൾ യൂസ് ചെയ്യും. അതായത് എന്തെങ്കിലും അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് വന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടറിലുള്ള എല്ലാ ഡേറ്റയും ഡിലീറ്റഡ് ആയി കളയും. ദിസ് ഈസ് കോൾഡ് എ ലോജിക് ബോംബ്. ഓക്കെ, സോ ദീസ് ആർ ദി ഡിഫറെന്റ് ടൈപ്സ്. മാൽവെയർ ആയിക്കോട്ടെ, ചില സ്പെഷ്യൽ പ്രോഗ്രാംസ് ആണ്. ബിക്കോസ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് ചോദിച്ചിട്ടുണ്ട്, ഇത് ഓരോന്നും ചോദിച്ചിട്ടുണ്ട്. ഫിഷിംഗ് ചോദിച്ചിട്ടുണ്ട്, ദെൻ മാൽവെയറിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്, കമ്പ്യൂട്ടർ വൈറസിനെ പറ്റി ചോദിക്കാറുണ്ട്, വോംസിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്, ട്രോജൻ ഹോഴ്സ്, ലോജിക് ബോംബ് എല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഏതെങ്കിലും മനസ്സിലാവാതുണ്ടെങ്കിൽ പറയൂ, ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. മനസ്സിലാവാത്ത ഏതെങ്കിലും ഏരിയ ഉണ്ടോ? ഇതെല്ലാം നോക്കണം, നോക്കാതിരിക്കരുത്. എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം വന്നിരുന്നതാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ടൈപ്പ് ഓഫ് മാൽവെയർ ഇന്റൻഷനലി ഇൻസെർട്ടഡ് ഇൻ ടു എ സോഫ്റ്റ്വെയർ സിസ്റ്റം that will set off a malicious function when a specified condition is met. Specified condition വന്നു കഴിഞ്ഞാൽ ഒരു malicious function ചെയ്യുന്ന ഒരു കോഡ്, സെറ്റ് ഓഫ് പ്രോഗ്രാം, ഇതിനെന്താ വിളിക്കുന്നത്? What is this? That is logic bomb. ചോദിച്ചിട്ടുള്ളതാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സോ വൈറസ്, ഫോം, ട്രോജൻ ഹോഴ്സ്, ഇത് തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. ഞാൻ ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യും, അപ്പോൾ ഒന്ന് വായിച്ചു നോക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവിടെയും പറയുന്നത്, കേട്ടോ. ദെൻ അത് കൂടാതെ സ്പൈവെയർ. സ്പൈവെയർ എന്താണ്? സ്പൈവെയർ is unwanted software that infiltrates your computing device, stealing your internet usage data and sensitive information. Spyware is classified as a type of malware designed to gain access or damage to your computer, often without your knowledge. നമ്മൾ അറിയാതെ നമ്മളുടെ കമ്പ്യൂട്ടറിലെ ബ്രൗസിംഗ് ഹിസ്റ്ററി വേണം, നമ്മൾ ആരെയൊക്കെ വിളിക്കണം എന്നറിയണം. അതിനൊക്കെ വേണ്ടി നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് ഒരു കമ്പ്യൂട്ടർ ഓർ മൊബൈൽ ഫോൺ, വാട്ട് എവർ ഇറ്റ് മേ ബി, അതിനകത്തേക്ക് ഒരു ബഗ്ഗിനെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് അവർ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു അഡീഷണൽ സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ് സ്പൈവെയർ. സ്പൈ ചെയ്യും നമ്മളുടെ സെർച്ച് ഹിസ്റ്ററി ആയിക്കോട്ടെ, നമ്മൾ എന്താണോ നമ്മളുടെ മേ ബി ആരൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ കോപ്പി ചെയ്യാനും ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് എല്ലാം കണ്ടെത്താനും വേണ്ടി സ്പൈവെയർസ് ഉപയോഗിക്കാം. സോ സെൻസിറ്റീവ് ഇൻഫർമേഷൻ ലീക്ക് ചെയ്യാനുള്ള ഒരു കാരണവും സ്പൈവെയർ ആണ്. ഓക്കെ, ദെൻ ദർ ഇസ് റാൻസംവെയർ. റാൻസംവെയറിന്റെ സ്പ്രെഡിനെ പറ്റി കുറച്ച് നാളുകൾക്ക് മുമ്പ് ഐ തിങ്ക് ഫോറിൻ കൺട്രീസിലുള്ള ഏതൊരു ഫോറിൻ കൺട്രിയിലാണ്, ഐ തിങ്ക് ഇൻ US ഓർ ബ്രിട്ടൻ, ഇത്തരത്തിലൊരു റാൻസംവെയർ വന്നതിന് ശേഷം കമ്പ്യൂട്ടേഴ്സ് എല്ലാം ലോക്ക്ഡ് ആയിപ്പോയി. കമ്പ്യൂട്ടേഴ്സ് എല്ലാം റിലീസ് ചെയ്ത് തരണമെങ്കിൽ യു വിൽ ഹാവ് ടു പേ സംതിങ്. നമ്മളിപ്പോൾ ഒരാളെ തടവിൽ വെക്കില്ലേ, അതേപോലെയാണ്. ഒരാൾ തടവിൽ വെച്ചിരിക്കുന്നത് പോലെ തന്നെ, തടവിൽ വെച്ചിട്ട് കാശ് ചോദിക്കുന്നത് പോലെ തന്നെയാണ് ഇതും. ഓക്കെ, റാൻസംവെയറും അതേ രീതിയിൽ ആക്ട് ചെയ്യുന്നത് നമ്മളുടെ കമ്പ്യൂട്ടേഴ്സിനെ തടവിലാക്കുന്നു. കമ്പ്യൂട്ടേഴ്സിനെ തടവിലാക്കിയതിനു ശേഷം നമ്മളുടെ സ്ക്രീനിനകത്ത് ഒരു ഡിമാൻഡ് ഉണ്ടാവും. ആ ഡിമാൻഡ് ഇത്ര എമൗണ്ട് പേ ചെയ്യാനൊക്കെ ആയിരിക്കും. ആ എമൗണ്ട് പേ ചെയ്താൽ മാത്രമേ കമ്പ്യൂട്ടർ റിലീസ് ചെയ്യൂ, അല്ലാതെ നമ്മുടെ കമ്പ്യൂട്ടർ റിലീസ് ചെയ്ത് കിട്ടില്ല, പിന്നെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യില്ല. അത്തരത്തിലുള്ള പ്രോഗ്രാംസിനെയാണ് റാൻസംവെയർ എന്ന് പറയുന്നത്. ഓക്കെ, റാൻസംവെയർ അറ്റാക്ക് ഉണ്ടായിരുന്നു ഒരു 4 or 5 years മുമ്പ് ഒരു വലിയ റാൻസംവെയർ അറ്റാക്ക് ഉണ്ടായിരുന്നു. അതിന്റെ പേര് ഞാൻ വിട്ടുപോയി. റാൻസംവെയർ അറ്റാക്ക് നടന്നിട്ടുണ്ട്. സോ ഇതിൽ നിന്നും മറ്റൊരു ക്വസ്റ്റ്യൻ, ഡാഷ് ഡിനോട്ട്സ് ആൻ എറർ ഇൻ എ കമ്പ്യൂട്ടർ പ്രോഗ്രാം. ഡാഷ് ഡിനോട്ട്സ് ആൻ എറർ
in a computer program? Is it bit, bug, spam, or virus? So there you need to know what is bug. A computer programming in computer programming, a logic error is called bug. നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത പ്രോഗ്രാമിലെ കോഡിലെ ഒരു ലോജിക് എറർ, ആ എററിനെയാണ് ബഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ എ പ്രോഗ്രാം ദാറ്റ് ഈസ് കോസ്ഡ് ടു ഓപ്പറേറ്റ് ഇൻകറക്ട്ലി ബട്ട് നോട്ട് ടു ടെർമിനേറ്റ് അബ്നോർമലി. നമ്മൾ പ്രോഗ്രാം ആക്ച്വലി യൂസ് ചെയ്യേണ്ട രീതിയിൽ നിന്നും ആക്ച്വലി നമുക്ക് കിട്ടേണ്ട രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ആ പ്രോഗ്രാം മൊത്തമായിട്ട് നശിപ്പിച്ചു കളയുന്നില്ല. പ്രോഗ്രാം വർക്ക് ചെയ്തിരുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല. ബിക്കോസ് അതിനകത്ത് കോഡിൽ വന്നിരിക്കുന്ന എന്തോ ഒരു എററാണ്. ആ കോഡിൽ വരുന്ന എററിനെയാണ് നമ്മൾ ബഗ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതൊരു ലോജിക് എററാണ് ബഗ് എന്ന് അറിയപ്പെടുന്നത്. സോ ഇത്രയുമാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാൽവെയർ ആൻഡ് മലീഷ്യസ് സോഫ്റ്റ്വെയർസിനെ പറ്റി അറിയേണ്ടത്. ഏതെങ്കിലും സോഫ്റ്റ്വെയറിനെ പറ്റി വേറെ റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഒന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ ഒരു സെഷൻ കൂടി ICTക്ക് വേണ്ടി എടുക്കുന്നു. അതോടുകൂടി ICTയുടെ എല്ലാ നമ്മുടെ സിലബസിലുള്ള എല്ലാ ഏരിയസും കവർ ചെയ്യാൻ സാധിക്കും. സോ ഒരു സെഷൻ കൂടി അഡീഷണൽ ആയിട്ട് ICTക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ദി ഡേ. താങ്ക് യു.